ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് ക്ലീനിങ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യം തന്നെ കർട്ടൻസ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. ബെഡ്റൂമിലെയും നമ്മുടെ ലിവിംഗ് റൂമിലെയൊക്കെ കർട്ടൻസ് ആദ്യം ഒന്ന് അഴിച്ചു മാറ്റുവാണേ. അത്യാവശ്യം നല്ല പൊടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും രാവിലെ എണീറ്റപ്പോൾ തന്നെ ക്ലീനിങ് ചെയ്യാനുള്ള നല്ലൊരു എനർജി മൂഡും ഒക്കെ ആയിരുന്നേ. കർട്ടന്റെ ഇടയിൽ എന്നെ പേടിപ്പിക്കാനായിട്ട് ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നേ. ഇത് മാറ്റി ഇങ്ങനെ വന്നപ്പോഴേക്ക് ദേ ഒരു പല്ലി അത് ചാടി ഇങ്ങനെ പോയിട്ടോ. ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ അത്യാവശ്യം കിച്ചണിലെ പണികളൊക്കെ ഒന്ന് തീർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ക്ലീനിങ് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്തായാലും ഇപ്പം ചെയ്യുന്നില്ല. ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലേ നാളത്തേനാക്കാം. സെറ്റിയിലോട്ട് നോക്കിയപ്പം അവന്മാരുടെ ടോയ്സ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിമോട്ട് അടക്കം എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അവർ സ്കൂളിൽ പോയി കഴിയുമ്പം ഇതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കും. ഇനി ഇവിടെ ഉള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ മാറ്റി മാറ്റി വെക്കും, അവർ വീണ്ടും വീണ്ടും അതെടുത്ത് വെക്കും. അതാണ് അവരുടെയും കലാപരിപാടി. കുട്ടികളുള്ള വീട്ടിലെ എല്ലാ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇനി ഈ സെറ്റി ഒന്ന് തുടച്ച് തൂത്തൊക്കെ എടുക്കാമെന്ന് വെച്ചു. എല്ലാ ദിവസവും അങ്ങനെ സെറ്റി ഒന്നും ക്ലീൻ ചെയ്യാറില്ലല്ലോ. ഇതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ഉള്ളൂ അങ്ങനെ ക്ലീൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ധാരാളം പൊടി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിലും ഇതേലിരുന്നായിരിക്കും സ്നാക്സും മറ്റുമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നൊന്നും പറ്റിയില്ലെങ്കിലും ഇതേപോലെയൊക്കെ ഒന്ന് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ടി വി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഫോട്ടോസും ഇതൊക്കെ എടുത്ത് മാറ്റി മിക്കവാറും ഞാൻ ക്ലീൻ ചെയ്യാറുള്ളതാണ്. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ ഇവിടം പൊടിയാകാറുണ്ട്. ഞാനാണെങ്കിൽ നമ്മുടെ ഈ ലിവിങ് റൂമും അതേപോലെ തന്നെ സിറ്റ് ഔട്ടും അതൊക്കെ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ആക്കി നീറ്റാക്കിയൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർ കയറി വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ നല്ല നീറ്റായി കിടക്കാമെങ്കിൽ തന്നെ നമുക്ക് പകുതി കൂടുതലും മനസ്സമാധാനമായി കഴിയും. ഇതൊക്കെ പിള്ളേർക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതാണ്, പഠിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ പിന്നെ ഓരോ ട്രോഫിയും ഇങ്ങനെ എടുത്ത് പെറുക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വെച്ചു. ഞാനാണെങ്കിൽ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് നല്ല വൃത്തിയായിട്ട് കുറേ സമയമെടുത്ത് തന്നെ ക്ലീൻ ചെയ്തിട്ടേ അത് പൂർത്തീകരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കത്തുള്ളൂ. ഇവിടെയും ഇവന്മാർ പല സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഞാൻ ഡെയിലി ഇതിങ്ങനെ ഓരോന്ന് മാറ്റും. അവർ വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും അതേ പഴയ പടി തന്നെ എടുത്ത് വെക്കും. ഞങ്ങളാണെങ്കിൽ മിക്കവാറും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്തൊക്കെ വെക്കും. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞതുപോലെ ഓരോ സമയങ്ങളിലുള്ള ഫോട്ടോസാണ് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കാറ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഡോറൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ജനലുകളും ആദ്യം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് അതിനുശേഷം തുടച്ചെടുക്കും. പൊടി തട്ടുക മാത്രമല്ല, എനിക്ക് തുടച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കിയാലേ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടത്തുള്ളേ. അതുകൊണ്ട് മൊത്തത്തിലൊന്ന് തുടച്ച് നീറ്റാക്കി എടുത്തു. ഇതേപോലെ മേളിലെ പൊടിയൊക്കെ നേരത്തെ തന്നെ തുടച്ചെടുത്തായിരുന്നു. അതിനുശേഷമാണ് ഡോറും ജനലുകളും ഒക്കെ തുടച്ചത്. ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മിക്കവാറും മഴ തന്നെയായിരുന്നേ. എന്നാൽ ഇന്നാണെങ്കിൽ ഇത് ചെറിയ ഇളം വെയിലൊക്കെ തെളിഞ്ഞിട്ട് എന്നാൽ മഴക്കാറ് കാണുന്നുമുണ്ട്. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ. പറയാൻ പറ്റത്തില്ല. വെയിലാണെങ്കിലും പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നത്.
സമയം ഇപ്പോൾ 4:20 4 മണി ആയപ്പോൾ തന്നെ അല്ലൂസും അബ്രുക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേന് ക്ലീനിങ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്കുള്ള ചായയൊക്കെ എടുത്ത് അവർക്ക് ചായ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന ശേഷമാണ് വീണ്ടും അടുത്ത് ക്ലീനിങ്ങിലോട്ട് കടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്